നമസ്കാരം. സ്ത്രീകൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് എല്ലാവിധ അംഗീകാരവും നൽകുന്ന മതമാണ് മുസ്ലിം മതം എന്നാണ് ചില പണ്ഡിതന്മാരും പണ്ഡിതകളും ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാം സ്ത്രീക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇസ്ലാം എന്ന മതസമൂഹം അനുവദിക്കുന്നുണ്ട് എന്നത്. സ്ത്രീകൾക്ക് ആരാധനാലയത്തിൽ പോകാൻ വിലക്കുണ്ട്. സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് വിലക്കുണ്ട്. സ്ത്രീകൾക്ക് സഞ്ചരിക്കുന്നതിന്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ പണ്ഡിതൻ, ഒരു വിധവയായ സ്ത്രീ, അവർ ഒരു ഉല്ലാസ കേന്ദ്രത്തിൽ പോയിട്ട് മഞ്ഞുവാരി എറിയുന്ന കാഴ്ചയെ പലതരത്തിൽ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു. അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കമന്റുകളും ഒക്കെ തന്നെ വന്നിരുന്നു. അതായത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പണ്ട് പറയാറുള്ളതിന്റെ യഥാർത്ഥ രൂപം ഇപ്പോൾ കാണുന്നത് ഈ ഒരു സമുദായത്തിലാണ്, ഈ ഒരു സമൂഹത്തിലാണ് എന്നത് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാത്തിനും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, പല കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല. എന്തിനാ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമൂഹമായി ഈ ഒരു മുസ്ലിം സ്ത്രീകൾ മാറിയിരിക്കുന്നു. പക്ഷേ അവർക്കൊക്കെ എല്ലാവിധ ഉന്നമനങ്ങളും, അവർക്ക് പുരോഗതിയിലേക്ക് അവരെ നയിക്കാനായി, അവർക്ക് വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായുള്ള എല്ലാ പിന്തുണയും ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ നൽകുന്നുണ്ട്. സ്ത്രീക്ക് അനുകൂലമായി മുത്തലാഖ് നിരോധന ബിൽ, അതിനെതിരെ, അതായത് സ്ത്രീ സങ്കടം അനുഭവിക്കുന്നു, അതെങ്ങനെയെങ്കിലും പരിഹരിക്കണം, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിന്തുണ വേണം എന്ന് കരുതി മുത്തലാഖ് നിരോധന ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെയും എതിർക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ VP സുഹ്റ ഡൽഹിയിൽ നടത്തുന്ന സമരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചാ വിഷയമാകുന്നത്. അവരൊരു മുസ്ലിം സ്ത്രീയാണ്, മാത്രമല്ല സാമൂഹ്യ പ്രവർത്തകയാണ്, എഴുത്തുകാരിയാണ്, പ്രസംഗകയാണ്. അവർ ഡൽഹിയിൽ സമരമിരിക്കുകയാണ്. അതായത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, സ്ത്രീയെ അംഗീകരിക്കണം, സ്ത്രീക്ക് മതം സ്വാതന്ത്ര്യത്തിന്, അവർക്ക് ജോലിക്ക് പോകാൻ, അവർക്ക് പഠിക്കാൻ, അവർക്ക് കുടുംബജീവിതം നയിക്കാൻ ഒരു വിലക്കാകരുത്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് സമ്പൂർണമായ സ്വാതന്ത്ര്യമാണ്. സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് ജോലി ചെയ്ത് ജീവിക്കാനും കുടുംബം പോറ്റാനും ഒക്കെ മുസ്ലിം സ്ത്രീകൾക്ക് കഴിയണം. അവരെ അതിന് പ്രാപ്തരാക്കണം, അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് അതിനുള്ള പിന്തുണ കൊടുക്കണം. അവരെ സമ്പൂർണമായി ഒരു സാധാരണ സ്ത്രീയായി തന്നെ കണ്ടുകൊണ്ട്, എല്ലാ മതത്തിലും പെട്ട സാധാരണ സ്ത്രീകളായി കണ്ടുകൊണ്ട് അവരെ അംഗീകരിക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഈ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ഈ വല്ലാത്ത വാദങ്ങൾക്കെതിരെ, വികലമായ വാദത്തിനും അവരുടെ ഒരു തരത്തിലുള്ള അലിഖിതങ്ങളായ നിയമത്തിനുമെതിരെയാണ് VP സുഹ്റ ശബ്ദമുയർത്തുന്നത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ മുസ്ലിം സ്ത്രീകൾ കാണേണ്ടതാണ്. സൗദി അറേബ്യയിലെ രാജകുമാരിമാർ, അറേബ്യയിലെ മറ്റ് UAE തന്നെ അവിടുത്തെ രാജ്യം ഭരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളായ ഇവിടുത്തെ രാജകുമാരിമാരും അവിടുത്തെ ആളുകളുമൊക്കെ എത്ര സ്വതന്ത്രമായിട്ടാണ് ചിന്തിക്കുന്നത്, എത്ര സ്വതന്ത്രമായിട്ടാണ് അവർ ജീവിക്കുന്നത്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പഠിക്കാം, സ്ത്രീകൾക്ക് കോളേജിൽ പോയി പഠിക്കാം, സ്ത്രീകൾക്ക് ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, സ്ത്രീകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നു. സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അറബിക് രാജ്യങ്ങൾ പോലും, അല്ലെങ്കിൽ ഈ ശരീഅത്ത് നിയമം മുമ്പോട്ട് വയ്ക്കുന്ന അറബിക് രാജ്യങ്ങൾ പോലും തയ്യാറാകുമ്പോൾ ഈ കേരളത്തിലെ പോലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലുള്ള ചില പ്രദേശങ്ങളിലെ ഇത്തരത്തിലുള്ള സ്ത്രീകളെ മാറ്റി നിർത്തുന്ന, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത, സ്ത്രീയെ കൂട്ടിലടച്ച കിളിയായി ഭർത്താവിന്റെ ജോലി ചെയ്ത്, ഭർത്താവിന്റെയും വീട്ടിലെ ജോലി ചെയ്ത് കുട്ടികളുടെ കാര്യവും മാത്രം നോക്കി ഒതുങ്ങുന്ന, അടുക്കളയ്ക്കുള്ളിലും അതിനുള്ളിലും ഒതുങ്ങുന്ന ആളുകളായി മാറ്റുന്ന ഈ പ്രക്രിയക്കെതിരെയാണ് സുഹ്റ സമരം ചെയ്യുന്നത്. ഇതൊന്നും ശരിക്കും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരം വിഘടന നിയമങ്ങളെ, വികല നിയമങ്ങളെ ന്യായീകരിക്കുന്നവരുണ്ടാകും. പക്ഷേ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി മുസ്ലിം സ്ത്രീകൾ മാറണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് സമൂഹത്തിന്റെ ആവശ്യമാണ്, ലോകത്തിന്റെ ആവശ്യമാണ്. മതപണ്ഡിതന്മാരുടെ വാക്കുകളല്ല. നിങ്ങൾ വിദ്യാഭ്യാസം നേടുക, നിങ്ങൾ തൊഴിൽ നേടുക, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കാൻ ഓരോ സ്ത്രീക്കും കഴിയണം. അത് മുസ്ലിം സ്ത്രീ എന്നല്ല, ഏത് സ്ത്രീക്കും കഴിയണം എന്ന് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.